അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ആദ്യം ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 5ഓളം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത് ഇഖാമത്ത് മാത്രം സുന്നത്താണ്. അപ്പോൾ ഇഖാമത്ത് മാത്രം സുന്നത്തായ ഏതോ ഒരു വിഭാഗം ആ ബ്രാക്കറ്റിലുണ്ട്. അതിൽ നിന്നും താഴെ ആ ഒന്നിൻ്റെ നേരെ എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രാക്കറ്റിൽ ഉള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത് ഭ്രാന്ത്, രണ്ടാമത്തത് ഖിബിലക്ക് നേരെ, മൂന്നാമത്തത് ഫാത്തിഹയുടെ മുമ്പ്, നാലാമത്തത് സ്ത്രീകൾക്ക്, അഞ്ചാമത്തത് ഫാത്തിഹയ്ക്ക് ശേഷം. അപ്പോൾ ഇഖാമത്ത് മാത്രം സുന്നത്താണ്. അതാർക്കാണ്? സ്ത്രീകൾക്കാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും സ്ത്രീകൾക്ക് എന്നുള്ളത് എടുത്തെഴുതുക. ഇഖാമത്ത് മാത്രം സുന്നത്താണ് സ്ത്രീകൾക്ക്. രണ്ടാമത്തത് അഊദു ഓതണം. എപ്പോഴാണ്? ഫാത്തിഹയുടെ മുമ്പ്. അപ്പോൾ ഫാത്തിഹയുടെ മുമ്പാണ് അഊദു ഓതേണ്ടത്. മൂന്നാമത്തത് ആമീൻ പറയണം. എപ്പോഴാണ് നമ്മളൊക്കെ ആമീൻ പറയൽ? ഒന്നെങ്കിൽ ദുആ ചെയ്യുമ്പം. അപ്പോൾ ദുആ ചെയ്യുക എന്ന ആ ബ്രാക്കറ്റിൽ ഇല്ല. അവിടെ ഉള്ളത് ഏതാണ്? ഫാത്തിഹയ്ക്ക് ശേഷം എന്നുള്ളതാണ്. അപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ആണ് ആമീൻ പറയേണ്ടത്. ഇനി നാലാമത്തത് ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന ഒരു കാര്യം. അപ്പോൾ ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന ഒരു കാര്യമാണ് ഭ്രാന്ത്. അപ്പോൾ ആ ബ്രാക്കറ്റിൽ നിന്നും ഭ്രാന്ത് എന്നത് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് പള്ളികളിൽ കാണുന്ന മിഹ്റാബ്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? ഖിബിലക്ക് നേരെ. അപ്പോൾ ഖിബിലക്ക് നേരെയാണ് പള്ളിയിൽ നമ്മൾ കാണുന്ന മിഹ്റാബ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. 2 വീതം എഴുതാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഓരോന്നിനും 2 വീതം മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അപ്പോൾ നിസ്കാരത്തിന് നമ്മൾ കുറേ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 വീതം മാത്രം എഴുതുക. സമയം എന്നറിയുക, വുളൂഅ് ചെയ്യുക, ഔറത്ത് മറയ്ക്കുക, ഖിബിലക്ക് മുന്നിടുക. അപ്പം ഇതിലേതെങ്കിലും 2 മാത്രം എഴുതുക. സമയം എന്നറിയുക, വുളൂഅ് ചെയ്യുക. ഇനി രണ്ടാമത്തത് ഫർള് നിസ്കാരങ്ങൾ. കുറേ 5ഓളം ഫർള് നിസ്കാരങ്ങളുണ്ട് അല്ലേ? പള്ളിയിൽ നിന്നും 5 നേരം നമ്മൾ എന്ത് കേൾക്കാറുണ്ട്? ബാങ്ക് കേൾക്കാറുണ്ട്. അതൊക്കെ ഓരോ ഫർള് നിസ്കാരത്തിൻ്റെയും സമയത്താണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫർള് നിസ്കാരം? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അപ്പം ഇതിലേതെങ്കിലും 2 വീതം മാത്രം എഴുതുക. ഇനി അടുത്തത് വുളൂഇൻ്റെ ഷർത്തുകൾ. വുളൂഇൻ്റെ ഷർത്തുകൾ 2 എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? വുളൂ ചെയ്യുന്ന വെള്ളം തഹൂറായിരിക്കണം. വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി, ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത്. അപ്പം ഇതൊക്കെയാണ് വുളൂഇൻ്റെ ഷർത്തുകളിൽപ്പെട്ടത്. പിന്നെ കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം. മൂത്രവാർച്ച പോലെ പതിവായ അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആവുകയും ആയെന്ന് അറിയുകയും ചെയ്ത ശേഷം വുളൂ ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ 2 ഏതെങ്കിലും 2 മാത്രം എഴുതുക. ഇനി നാലാമത്തത് സുബ്ഹിൻ്റെ ബാങ്കിൽ പ്രത്യേകമായുള്ളത്. ഏതാണ്? സുബ്ഹിൻ്റെ ബാങ്കിൽ പ്രത്യേകമായി ഉള്ളവ ഏതൊക്കെയാണ്? അസ്വലാത്തു ഖൈറും മിനന്നൗം അല്ലേ? ഹയ്യാലൽ ഫലാഹ് എന്നതിന് ശേഷം അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് 2 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ ആ 2 അവിടെ എഴുതാനുള്ളത്. അസ്വലാത്തു ഖൈറും മിനന്നൗം, അസ്വലാത്തു ഖൈറും മിനന്നൗം എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം. ഉത്തരം എഴുതാം. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതണം. ഏത് റക്അത്തുകളിൽ? അപ്പോൾ ഏതൊക്കെ റക്അത്തുകളിലാണ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടത്? ആദ്യത്തെ 2 റക്അത്തുകളിൽ. അതിൻ്റെ ഉത്തരമാണ് ആദ്യത്തെ 2 റക്അത്തുകളിൽ. ഇനി രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ അനക്കം അടങ്ങണം. ഇവിടെയെല്ലാം. അപ്പോൾ ഏതെല്ലോ സ്ഥലത്ത് തുമഇനീനത്ത് വേണം അല്ലേ? അനക്കം അടങ്ങണം. അപ്പം അത് ഏതൊക്കെ
ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് എന്നാണ് പറയുന്നത്. എവിടൊക്കെയാണ്? റുക്കൂഇലും ഇഅ്തിദാലിലും 2 സുജൂദിലും ഇടയിലെ ഇരുത്തത്തിലും. അപ്പോൾ 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും പിന്നെ 2 സുജൂദിലും ഇഅ്തിദാലിലും റുക്കൂഇലുമാണ് എന്താക്കേണ്ടത്? നിസ്കാരത്തിൽ അനക്കം അടങ്ങേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നിസ്കാരത്തിൽ സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലണം എന്ത്? നിസ്കാരത്തിൽ സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലണം എന്താണ്? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് 3 പ്രാവശ്യമാണ് സുജൂദിൽ ചൊല്ലേണ്ടത്. ഇനി നാലാമത്തത്, റുക്കൂഇൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ട് ഉയരണം? അപ്പോൾ റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഅ്തിദാലിലേക്ക് നാം എന്ത് പറഞ്ഞിട്ടാണ് ഉയരൽ? അപ്പോൾ ആ പറയുന്ന വാക്കാണ് ഇത് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നുള്ളത്. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ടാണ് റുക്കൂയിൽ നിന്നും ഇഅ്തിദാലിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉയരേണ്ടത്. ഇനി അഞ്ചാമത്തത്, നിസ്കാരത്തിലെ സലാമിൻ്റെ വചനം ഏതാകുന്നു? അപ്പോൾ നിസ്കാരത്തിൽ സലാമിൻ്റെ വചനം ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് സലാമിൻ്റെ വചനം. വറഹ്മത്തുള്ളാഹ് എന്ന് പറയലും എന്താണ്? സുന്നത്താണ്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ളതാണ് എന്തിൻ്റെ വചനം? നിസ്കാരത്തിൽ സലാമിൻ്റെ വചനം. ഇനി അടുത്തത് നാലാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താക്കണം? ക്രമത്തിലാക്കിയിട്ട് എഴുതണം. അർഹമുർ റഹീമീൻ റബ്ബി അഗ്ഫിർ വ അൻത വർഹം. അപ്പോൾ അത് യോജിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? റബ്ബി അഗ്ഫിർ വർഹം വ അൻത അർഹമുർ റഹീമീൻ എന്ന് വരും. ഒന്നുകൂടെ നോക്കാം. റബ്ബി അഗ്ഫിർ വർഹം വ അൻത അർഹമുർ റഹീമീൻ. ഇനി രണ്ടാമത്തെ ഭാഗം വഅല ഇബാദില്ലാഹി അസ്സലാമു അലൈന അസ്വാലിഹീൻ. അപ്പം അത് യോജിപ്പിച്ച് വരുമ്പം എങ്ങനെ വരും? അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് വരും. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. അപ്പം ഒന്നാമത്തത് ക്രമത്തിലാക്കാം എന്നുള്ളത് ഒന്നാമത്തത് റബ്ബി അഗ്ഫിർ വർഹം വ അൻത അർഹമുർ റഹീമീൻ എന്നും രണ്ടാമത്തത് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുമാണ്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.